ബിസ്ക്കറ്റ്, ലേസ് കവറുകൾ തുടങ്ങിയ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് ട്രക്ക് കഫേ മറ്റെവിടെയല്ല, അരൂർ മുക്കത്താണ് സുഹൃത്തുക്കളായ ടോണിയും ജുവലും നടത്തുന്ന ഈ കഫേ ഉള്ളത്. 700 കിലോ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്ന് വർഷം മുൻപാണ് ടോണിയുടെ മനസ്സിൽ ഫുഡ് ട്രക്ക് എന്ന ആശയം വരുന്നത്. ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അപ്പോൾ മനസ്സിൽ. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശവും ആളുകളിലേക്ക് എത്തിക്കണം. ടോണിക്കൊപ്പം എന്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന സുഹൃത്തായ ജുവലും ചേർന്നതോടെ റീസൈക്കിൾ ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുള്ള പ്ലാസ്റ്റിക്കായ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് അഥവാ MLP ഉപയോഗിച്ച് നിർമ്മിച്ച എക്കോബൈറ്റ് എന്ന ഫുഡ് ട്രക്ക് പിറന്നു. MLP വർഷങ്ങളായിട്ട് റീസൈക്കിൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിമെൻറ്റ് ഫാക്ടറീസിൽ കത്തിക്കുന്നൊരു പ്രോസസ്സ് നടന്നിരുന്നത്. പക്ഷേ ഒരു 5 വർഷം മുമ്പ് ഇതിന് ഒരു സൊല്യൂഷനായിട്ട് ഈ ബോർഡ് ഡെവലപ്പ് ചെയ്തെടുത്തു ഒരു ഗുജറാത്ത് കമ്പനി. അപ്പോൾ എന്നാൽ പോലും അത് കുറേ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ലായിരുന്നു. മിക്കയിടത്തേക്ക് എത്തുന്നില്ലായിരുന്നു ഇതിൻ്റെ ഒരു ബോധവൽക്കരണം. അങ്ങനെയാണ് ഞങ്ങളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സന്ദർശിക്കുകയും അങ്ങനെ കാണുകയും ചെയ്തു. അപ്പോൾ ഇതിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നൊരു ഐഡിയയിലാണ് ഞങ്ങൾ എക്കോബൈറ്റ് ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ ആലോചിച്ചു തുടങ്ങുന്നത്. വേസ്റ്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണമായതിനാൽ ഒരു കാലം കഴിഞ്ഞാൽ വീണ്ടും ഇത് ഭൂമിക്ക് ഭാരമാകുമോ എന്ന ചിന്ത ഇരുവർക്കും ഉണ്ടായിരുന്നു. ആ സംശയം നീങ്ങിയതോടെയാണ് പുതിയ നിർമ്മാണ രീതി പരീക്ഷിക്കാൻ ഇരുവരും തയ്യാറായത്. ഇതിൽ ആദ്യത്തെ ഒരു കൺസേൺ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ. കാരണം ഞങ്ങളിത് ചെന്ന് കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് അത് തന്നെയായിരുന്നു. ബട്ട് എല്ലാ രീതിയിൽ അവർ പറഞ്ഞത് 100% റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത്. കാരണം ഇതൊരു രീതിയിലും ഗ്രാനുവൽ ആക്കുന്നില്ല. ഇത് ശരിക്കും ഗ്രൈൻഡ് ചെയ്ത് പീസസ് ആക്കിയിട്ട് ദെൻ അത് പ്രസ് ചെയ്ത് നമുക്ക് ബോർഡ്സ് ആയിട്ട് വരുവാണ്. അത് പിന്നെയും നമുക്ക് ഇതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് പിന്നെയും ബോർഡ്സ് ആക്കാൻ സാധിക്കും ഇതുവഴി. സാധാരണ ഫുഡ് ട്രക്കുകളുടെ നിർമ്മാണ തുകയേക്കാൾ കുറഞ്ഞ ചെലവിലാണ് എക്കോബൈറ്റ് നിർമ്മിച്ചതെന്ന് ടോണിയും ജുവലും സാക്ഷ്യപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് ആയതിനാൽ തീ പിടിക്കുമെന്ന ആശങ്കയും വേണ്ട. തുരുമ്പ് പിടിക്കാത്തതിനാൽ കാലങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. പുതിയ തലമുറ ഇങ്ങനെ കയറി വരട്ടെന്നേ. ഇത്തരം പുതിയ ആശയങ്ങൾ കൊണ്ട് നമ്മുടെ നാട് നശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പരാതിപ്പെടുന്നതിനിടയ്ക്ക് ഇത്തരം ചില ആശ്വാസങ്ങൾ അത് ചെറുതല്ല. അങ്ങനെ ആശ്വാസങ്ങളായി പുതിയ തലമുറ മുന്നോട്ട് വരട്ടെ.